ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തെ പറ്റി നമ്മൾ വാർത്തകളിലൊക്കെ ഒരുപാട് കാണാറുണ്ടല്ലേ. എന്തുകൊണ്ടാണ് ഇന്ത്യ ഒരു പക്ഷം പിടിക്കാത്തത് എന്ന ഒരു സംശയം പലർക്കും തോന്നാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നത് കൊണ്ടൊന്നുമല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതിന് പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇത് കേവലം രാഷ്ട്രീയ തീരുമാനമൊന്നുമല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള ഒരുപാട് ആലോചനയ്ക്ക് ശേഷം എടുക്കുന്ന രാജ്യത്തിൻ്റെ ഒരു തീരുമാനം തന്നെയാണ്, ഒരു നിലപാട് തന്നെയാണ്. ഇതിന് പ്രധാനമായിട്ട് 3 കാരണങ്ങളുണ്ട്. നമ്മുടെ പഴയ ഒരു സൗഹൃദം, സൈന്യത്തിൻ്റെ കാര്യങ്ങൾ, പിന്നെ നമ്മുടെ പോക്കറ്റിലെ ക്യാഷ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കുഴപ്പമില്ലാത്ത കാരണങ്ങളായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ശരിക്കും ആഴത്തിൽ ഇറങ്ങി ചിന്തിച്ചാൽ ഇതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇന്നൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. നമസ്കാരം, ഞാൻ അഖിലസ് ചന്ദ്രസേനൻ. ആദ്യം നമുക്ക് ആ ഒരു പഴയ കഥയിലേക്കൊന്ന് പോകാം. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലം ഒന്ന് ആലോചിച്ച് നോക്ക്. അന്ന് ലോകം രണ്ടായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന ഒരു കാലമായിരുന്നു. അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു ചേരിയും അതുപോലെ തന്നെ റഷ്യയുടെ നേതൃത്വത്തിൽ മറ്റൊരു ചേരിയും. നമ്മളൊരു പുതിയ രാജ്യമാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മുടെ ശത്രുവായ പാകിസ്ഥാന് അമേരിക്ക നല്ല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്ന ഒരു സമയം, അതുപോലെ തന്നെ നല്ല ബന്ധവുമായിരുന്നു. പാകിസ്ഥാനെതിരെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അമേരിക്ക നമ്മളെ എതിർക്കാൻ സാധ്യതയുണ്ടായിരുന്ന വലിയൊരു കാലമായിരുന്നു അത്. അങ്ങനെയുള്ള സമയത്താണ് റഷ്യ നമ്മുടെ കൂടെ നിന്നിട്ടുള്ളത്. കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ തർക്കമുണ്ടാക്കി പല തവണ UN സെക്യൂരിറ്റി കൗൺസിൽ ചെല്ലുന്ന സമയത്തും റഷ്യ തൻ്റെ വീറ്റോ അധികാരം ഉപയോഗിച്ച് നമ്മളെ ഒരുപാട് തവണ അനുകൂലമായ നിലപാടെടുത്ത് ഒരുപാട് തവണ നമുക്ക് വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. 1971 യുദ്ധം ഓർമ്മയില്ലേ? അമേരിക്കയുടെ ഒരു കപ്പൽ, അതായത് 7ാം കപ്പൽ പട തന്നെ പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി നമുക്കെതിരെ അയച്ചിരുന്ന ഒരു കാലം. അപ്പോൾ റഷ്യ നമ്മുടെ സഹായത്തിനായിട്ട് ഒരുപാട് കപ്പലുകൾ, അതായത് റഷ്യയുടെ ഒരുപാട് യുദ്ധക്കപ്പലുകൾ നമുക്ക് വേണ്ടി അയച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതി തന്നെ ആയിരുന്നു അന്നത്തെ നമ്മുടെ ആ ഒരു വിജയത്തിന് കാരണമായിട്ടുണ്ടായിരുന്നത് പോലും. നമ്മൾ ഒറ്റയ്ക്കാകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരുപാട് സന്ദർഭങ്ങൾ റഷ്യ നമ്മുടെ നല്ലൊരു സുഹൃത്തായിട്ട് നിന്നത് തന്നെയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു ബന്ധം വെറും ഒരു രാഷ്ട്രീയമല്ല, അതിന് ഉപരി ഒരുപാട് വികാരപരമായ അടുപ്പവും വിശ്വാസവും ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ രാജ്യത്തെ ആളുകൾക്ക് പോലും റഷ്യയോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും ആ ഒരു ചരിത്രത്തിൽ നിന്ന് വന്നതാണ്. ആഴത്തിലുള്ള സൗഹൃദം കാരണം റഷ്യ ഒറ്റപ്പെടുത്താൻ നമുക്ക് ഒരു രീതിയിലും കഴിയില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സ്വന്തമായ വ്യവസായങ്ങൾ തുടങ്ങാൻ സഹായിച്ചതുപോലും റഷ്യയാണ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ്, ബക്കോറോ സ്റ്റീൽ പ്ലാന്റ്, വിശ്വനാഥപുരം ഷിപ്പ്യാർഡ്, ഇതൊക്കെ റഷ്യയുടെ സഹായത്തോടെ മാത്രമാണ് നമ്മൾ നിർമ്മിച്ചത്. അന്ന് അമേരിക്കയും ബ്രിട്ടനും നമ്മളെ സഹായിക്കാൻ മടിച്ചു നിന്ന സമയത്ത് റഷ്യയുടെ സഹായം ഇന്ത്യയുടെ സ്വപ്നങ്ങൾക്ക് ചിറകി നൽകിയതായിരുന്നു. ഈ ഒരു സഹായം ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയ്ക്ക് നൽകിയ കരുത്ത് ചെറുതൊന്നുമല്ല. അപ്പോൾ റഷ്യ ഒരു സുഹൃത്തായിട്ടല്ലാതെ നമുക്ക് എങ്ങനെയാണ് കാണാൻ കഴിയുന്നത്? രണ്ടാമത്തെ കാരണം ഇതിലും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇത് നമ്മുടെ സൈന്യവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ സൈനിക ഉപകരണങ്ങൾ വലിയൊരു ഭാഗവും ഏകദേശം 60 മുതൽ 70% വരെ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. നമ്മുടെ യുദ്ധവിമാനങ്ങളായ മിഗ്, സുഗോയ്, അതുപോലെ തന്നെ ടാങ്ക്, മുങ്ങിക്കപ്പലുകൾ എല്ലാം റഷ്യൻ നിർമ്മിതമാണ്. റഷ്യൻ നിർമ്മിതമായ ഈ ഉപകരണങ്ങൾക്ക് എന്തെങ്കിലും ഒരു കേടുപാടുകൾ വന്നാൽ നിങ്ങളൊന്ന് ചെറുതായിട്ട് ചിന്തിച്ചു നോക്ക്. അതിൻ്റെ സ്പെയർ പാർട്സും അറ്റകുറ്റപ്പണികളും നടത്താൻ റഷ്യയെ ആശ്രയിക്കാൻ നമുക്ക് വേറെ ഒരു വഴിയുമില്ല. റഷ്യയെ നമ്മൾ ഒറ്റപ്പെടുത്തുകയാണെങ്കിൽ അവർ ഈ ഒരു സഹായങ്ങളും ഈ ഒരു സേവനങ്ങളുമൊക്കെ നിർത്തിവെച്ചാൽ നമ്മുടെ സൈന്യം ഒരു അത്യാവശ്യ ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും? വളരെ ദുർബലപ്പെട്ടു പോവുക തന്നെ ചെയ്യും. കാരണം നമ്മുടെ അടുത്ത് ചൈനയും അതുപോലെ തന്നെ പാകിസ്ഥാനും ഏതൊരു സമയത്തും ഏത് രീതിയിലും നമുക്കൊരു വെല്ലുവിളിയാകുന്ന സമയത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തായിരിക്കും അവസ്ഥയെന്ന് ചിന്തിച്ചു നോക്ക്. അപ്പോൾ നമുക്കത് മാറ്റി നിർത്താൻ പറ്റുന്നൊരു കാര്യമാണോ? ഇതൊരു ചെറിയ കാര്യമല്ല. ഉദാഹരണത്തിന് നമ്മുടെ വ്യോമസേനയുടെ നട്ടൽ എന്ന് പറയുന്ന സുഗോയ് 30 വിമാനം റഷ്യൻ നിർമ്മിതമാണ്. ഈ ഒരു വിമാനത്തിൻ്റെ യഥാസമയം അറ്റകുറ്റപ്പണികളും പാർട്സുകളും കിട്ടിയില്ലെങ്കിൽ ഈ ഒരു വിമാനത്തെ പറത്താൻ പോലും നമുക്ക് പറ്റാതായിരുന്നു വരും. അത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ ശേഷിയെ സാരമായിട്ട് തന്നെ ആയിരിക്കും ബാധിക്കുന്നത്. പ്രത്യേകിച്ചും ചൈനയും പാകിസ്ഥാനും നമ്മുടെ അതിർത്തിയിൽ ഇങ്ങനെ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ ഒരു യുദ്ധം വന്നാൽ നമ്മളുടെ പ്രതിരോധം ദുർബലമാക്കി വെക്കാൻ നമുക്ക് പാടില്ല. അതുകൊണ്ട് തന്നെ റഷ്യയുമായിട്ടുള്ള ബന്ധം മുറിക്കാൻ നമുക്ക് ഒരു രീതിയിലും കഴിയാത്തത്. റഷ്യൻ ആയുധങ്ങൾ പൂർണ്ണമായി മാറ്റി പുതിയ ആയുധങ്ങൾ കൊണ്ടുവരാൻ ഒരുപാട് കാലതാമസം എടുക്കും. ഒരു പക്ഷേ 20 മുതൽ 30 വർഷം വരെ കുറഞ്ഞതെടുക്കേണ്ടി വരും. അതുമാത്രമല്ല, കോടിക്കണക്കിന് രൂപയാണ് ഇതിന് ചെലവ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഉപകരണങ്ങൾ നമ്മുടെ സൈനികരെ പരിശീലിപ്പിക്കാനും അതുപോലെ തന്നെ വലിയൊരു സമയം എടുക്കേണ്ടി വരും. ഇതൊന്നും എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇനി മൂന്നാമത്തെ കാര്യം നമുക്കൊന്ന് നോക്കാം. ഇത് സാമ്പത്തികമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മുടെ ബിസിനസ്, നമ്മുടെ ഇന്ത്യയുടെ ബിസിനസ്സും അതുപോലെ തന്നെ നമ്മുടെ പോക്കറ്റും സാധാരണക്കാരുടെ സാമ്പത്തിക ശേഷിയെക്കുറിച്ചും ഒക്കെ ഉള്ളതാണ്. ഈ ഒരു യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഇത് തന്നെയാണ്. യുദ്ധം തുടങ്ങിയപ്പോൾ റഷ്യയ്ക്ക് മേൽ അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും ഉപരോധങ്ങൾ ഏർപ്പെടുത്തി.
റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇവർ നിർത്തിവെക്കുകയും ചെയ്തു. അപ്പോൾ റഷ്യയ്ക്ക് അവരുടെ എണ്ണ വിൽക്കാൻ പുതിയൊരു വിപണി കണ്ടെത്തേണ്ടി വന്നു. ഈ ഒരു സ്ഥലത്തേക്കാണ് ഇന്ത്യ കടന്നു വരുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾ 3-ാം സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. റഷ്യ വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് എണ്ണ വിൽക്കാൻ തുടങ്ങി. നമ്മളാണെങ്കിൽ ഈ ഒരു അവസരം നന്നായിട്ട് ഉപയോഗിച്ചു എന്ന് തന്നെ പറയാം. യുദ്ധത്തിന് മുമ്പ് റഷ്യയിൽ നിന്ന് നമ്മൾ വളരെ തുച്ഛമായ രീതിയിലാണ് എണ്ണ വാങ്ങിയിരുന്നത്, ഏകദേശം 1% എന്ന് തന്നെ പറയാം. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ പ്രധാനമായിട്ടുള്ള എണ്ണ വിതരണം ചെയ്യുന്നത് തന്നെ റഷ്യ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇതിനെ വിമർശിച്ചുകൊണ്ട് അമേരിക്കൻ യൂണിയൻ നമ്മൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മന്ത്രിമാർ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എണ്ണ വാങ്ങുന്നത് നമ്മുടെ രാജ്യത്തിലെ 140 കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യമാണ് നമ്മൾ നോക്കുന്നത്. കുറഞ്ഞ വിലയിൽ എണ്ണ കിട്ടുമ്പോൾ പെട്രോളിയത്തിൻ്റെയും ഡീസലിൻ്റെയും വില വലിയ തോതിൽ കൂടാതെ നിലനിർത്താൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക രംഗം ഒരുപാട് പിടിച്ചു നിൽക്കാനും ഈ ഒരു വിലക്കുറവ് നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കൂടുതൽ എണ്ണ ആവശ്യമുള്ളപ്പോൾ നമുക്ക് റഷ്യയിൽ നിന്ന് എളുപ്പത്തിൽ അത് ലഭിച്ചു. ഉപരോധങ്ങൾ മറികടക്കാൻ റഷ്യൻ രൂപ റൂബിൾ വിനിമയത്തോടെ കൊണ്ടുവരികയും ചെയ്തു. ഇത് കാരണം മറ്റു രാജ്യങ്ങളെ പോലെ തന്നെ ഡോളറിനെ ആശ്രയിക്കാതെ നമ്മൾക്ക് റഷ്യയുമായിട്ടുള്ള വ്യാപാരം നടത്താൻ കഴിയുകയും ചെയ്തു. നമ്മുടെ രൂപയുടെ മൂല്യം ഇതുപോലെ തന്നെ കൂടാനും ഇത് നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഒരു രീതിയിൽ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യ റഷ്യയ്ക്ക് വേണ്ടി യുദ്ധത്തിൽ പങ്കുചേരുന്നതൊന്നുമല്ല. യുക്രൈൻ സമാധാനമുണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ ചരിത്രപരമായ ബന്ധം, സൈനിക ആവശ്യങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ, ഇവയൊക്കെ കാരണമാണ് റഷ്യയുമായിട്ടുള്ള ബന്ധം നമുക്ക് മുറിക്കാൻ പറ്റാത്തതായിട്ട് തന്നെ നിൽക്കുന്നത്. നമ്മുടെ ഔദ്യോഗിക നയം എന്ന് പറയുന്നത് തന്നെ തന്ത്രപരമായ സ്വയംഭരണം എന്നാണ്, അതായത് സ്ട്രാറ്റജിക് അറ്റോണമി എന്ന് പറയുന്നത്. അതായത് ലോകത്തിലെ ആര് എന്തു പറഞ്ഞാലും നമ്മുടെ രാജ്യത്തിന് നല്ലത് എന്താണോ ആ വഴിക്ക് നമ്മൾ പോകും. റഷ്യയുടെ പക്ഷം പിടിക്കാതെ, അതേസമയം റഷ്യ തള്ളിപ്പറയാതെ നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് സന്തുലിതത പാലിച്ചിട്ടുണ്ട്. ഇതൊരു വടംവലി പോലാണ്. രണ്ട് വശത്തും പിടിച്ചു നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇത് വീഴാതെ നിൽക്കാൻ പറ്റത്തുള്ളൂ, നിലനിൽക്കാനും കഴിയത്തുള്ളൂ. അതാണ് ഇപ്പോൾ ഇന്ത്യ ചെയ്യുന്നത്. ഈ നയം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ ഉണ്ടാക്കിയെന്ന് വരാം. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും ഭാവിക്കും വേണ്ടി, അതുപോലെ തന്നെ വളർച്ചയ്ക്കും വേണ്ടി ഇങ്ങനൊരു നിലപാട് എടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത തവണ ആരെങ്കിലും ഇന്ത്യ എന്താണ് റഷ്യയെ പിന്തുണയ്ക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഈ ഒരു നിലപാടിന് പിന്നിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ഉറച്ചു തന്നെ പറയാൻ പറ്റും. എന്തായാലും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അതുവരെ ബൈ.